പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിത്തു ജോസഫിനോടൊരു കാര്യം ചോദിക്കട്ടെ. പണിയില്ല, കഥയില്ല, എന്നാൽ വീട്ടിൽ ചൊറിയും കുത്തി ആ ക്ടാങ്ങളെയും കളിപ്പിച്ച് വീട്ടിൽ ഇരുന്നാൽ പോരെ. ഇമാതിരി പടങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ ഇടയിലേക്ക് ഇടയ്ക്ക് വിട്ട് എന്ത് ഉളുപ്പമുള്ള ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെയുള്ള പടങ്ങൾ സംവിധാനം ചെയ്യാനായിട്ട് താങ്കളൊരു നല്ലൊരു ഡയറക്ടറാണ് നമ്മൾ വിചാരിച്ചത്. ഇങ്ങനെയുള്ള ചവറുകൾ കൊണ്ടുവന്ന് തിയേറ്ററുകാർക്കും അത് കാണാൻ ചെന്ന പ്രേക്ഷകർ ഇങ്ങനെ നിരാശരാക്കേണ്ട വല്ല കാര്യമുണ്ട്? മിസ്റ്റർ ജിത്തു ജോസഫ്, നിങ്ങൾക്ക് നമ്മുടെ ദൃശ്യം പോലെയുള്ള പടങ്ങൾ മാത്രമേ നിങ്ങളുടെ ഹിറ്റായിട്ടുള്ളൂ. അല്ലാത്ത പടങ്ങളൊക്കെ ഇതുപോലെ മൂഞ്ചിയ പടങ്ങളാണ് നമുക്കറിയാം. ഒരു ചുക്കുമില്ല, ചുണ്ണാവുമില്ല, ഒരു തേങ്ങയില്ലാത്ത പടങ്ങളാണെന്ന് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത് പടത്തിന്. പക്ഷെ അതിനേക്കാളും വലിയ തലക്കടി താങ്കൾ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിലെ നായികയുണ്ട്, റിപ്പർ ചന്ദ്രനാണ് ഇതിലെ നായിക. അപർണയ്ക്ക് എന്ത് കയ്യിൽ കിട്ടിയാലും അപ്പം തലക്കടിക്കും. തലക്കടിച്ച് പിടുത്തല്ലോ മൂപ്പര ഏറ്റവും വലിയ പണി. അനാവശ്യത്തിന് മൂപ്പരക്ക് തലക്കടിച്ചാൽ പിന്നെ അവൻ്റെ പണി കഴിഞ്ഞു. എന്താണിത്? തോക്കൊക്കെ കൊണ്ട് മനുഷ്യന്മാരിങ്ങനെ തോക്കിൽ സൈലൻസർ ഫിറ്റ് ചെയ്തിട്ട് റോട്ടിൽ കൂടെ നടക്കുക. ഒരു ഹോട്ടലിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ വെടിയുടെ പൊടിയിരിക്കഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടി വയ്ക്കുന്നുണ്ട്. എന്താണ്, ആർക്കാ കൊള്ളണം, ആർക്കാ ചാവണം, ആരാണ് ഇതിൻ്റെ ആൾക്കാർ, എന്താണിതൊന്നും ഒരു പിടുത്തമില്ല. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതിൻ്റെ ജിത്തു? അവസാനം ടിസ്റ്റോട് ടിസ്റ്റ്, മുഴത്തിൽ ടിസ്റ്റ് വെച്ച് നോക്കുക. ഈ ടിസ്റ്റൊക്കെ കണ്ട് ജനങ്ങളങ്ങോട്ട് ഞെട്ടി വറച്ചിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വിചാരം. എൻ്റെ ജിത്തുവോ, നമ്മൾക്ക് സഹിക്കാം, നമുക്ക് അളയെ കുത്തിയ ചേരയും കടിക്കും. ഇനി കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചേരവല്ല, നിങ്ങളെ നീർക്കോലി വരെ കടിക്കും കേട്ടോ. ഇമാതിരി പടങ്ങളും കൊണ്ട് ഇനി ഈ പ്രദേശത്തേക്ക് വരരുത്. നിങ്ങൾ വലിയ മോഹൻലാലിൻ്റെ വെച്ച് പടം എടുത്തിട്ട് നിങ്ങൾ ഇത്രയും വലിയ ഹിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ദൃശ്യം 1, 2, 2 എടുത്തു. ഇനി നിങ്ങൾ 3 എടുക്ക്, 4 എടുക്ക്, നിങ്ങളെ കാലം കഴിയുന്നവരെ. അതങ്ങനെയുണ്ട് പോട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ മക്കൾ വരുന്നുണ്ടെങ്കിൽ അവരും അതിൻ്റെ സീരീസ് എടുത്തോട്ടെ, അതാണ് നല്ലത്. അല്ലാണ്ട് നിങ്ങൾ ഒരു സിനിമ ഇനി എടുക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ എത്ര പടങ്ങൾ ഞങ്ങൾ കണ്ടു, ഫ്ലോപ്പാ. ഒരെണ്ണം പോലും മോഹൻലാലിൻ്റെ മകനെ വരെ കിട്ടിയിട്ട് നിങ്ങൾക്ക് അത് രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചക്കിയിട്ടപ്പോൾ ഒരു മൊയിലിനെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഒരു ചക്കിയിട്ടപ്പോൾ ഒരു ദൃശ്യം കിട്ടി, അതിൻ്റെ മുകളിൽ കുത്തി പിടിച്ച് അങ്ങോട്ട് പോയാൽ മതി. നിങ്ങളല്ലാണ്ട് വലിയ ഭാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വലിയ സിനിമയിലെ വലിയ വക്താവാന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഇമ്മാതിരി സാധനങ്ങളെ നമുക്ക് കൊണ്ടുവന്ന് തരിക. ഇതിലൊരു വില്ലനുണ്ട്, മഹാ കോമഡിയാണ്. മൂപ്പരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തോക്കും കൈപിടിച്ച് എല്ലാവരും റോട്ടിലൂടെ നടന്ന് ഭീഷണിപ്പെടുത്തലാണ്. ഇമ്മാതിരിയുള്ള വില്ലന്മാരെയൊക്കെയാണ് നിങ്ങൾ ഈ അവതരിപ്പിക്കുന്നത്. ആ ബിഗ് ബോസിൽ ചെക്കനുണ്ട്, എന്ത് ക്യാരക്ടറാണ് അത്. അതുപോലെ തന്നെ ആസിഫിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആ ചെക്കനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നശിപ്പിക്കാൻ നിൽക്കുന്നത്? അവസാനം വന്നപ്പോൾ ഇതിലെ ടിസ്റ്റൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അത് സിനിമ കാണാൻ ഒരാളും പോവില്ല. അതുകൊണ്ട് ഇതിൻ്റെ ടിസ്റ്റുകൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു വിഷമമില്ല. റിവ്യൂ ചെയ്യുമ്പോൾ അതുകൂടി പറയാം. അവസാനം വില്ലനാരെന്നറിയാം, നമ്മുടെ ആസിഫ് അലി. ഇതിലെ നായകനാരെന്നറിയാം, നമ്മുടെ ഈ റിപ്പറ പോലെ തലയ്ക്ക് അടിച്ച് കൊല്ലുന്ന നമ്മുടെ അപർണയുടെ ഒരു നായിക. ഭയങ്കര കഴിവുകളായിട്ട് കണ്ടെത്തണം, ഒരു ലോജിക്കും ഇല്ലാണ്ട്. എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്ന് സീൻസുകൾ വെക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു സബ് ടൈറ്റിൽ എഴുതി വെച്ചാൽ നല്ലതാട്ടാ. എല്ലാ കഥാപാത്രങ്ങളും തമിഴാണ് പറയണത്. മലയാളികൾക്ക് എല്ലാവർക്കും തമിഴ് അറിയണമെന്നില്ല. പിന്നെ അത് എഴുതി കാണിക്കുന്നത് സബ് ടൈറ്റിൽ. ഈ സബ് ടൈറ്റിലൊക്കെ വായിച്ച് ഇന്നത്തെ കാലത്ത് ആരാ സിനിമ കാണാതിരിക്കണം മിസ്റ്റർ? അപ്പോൾ അതുകൊണ്ട് ഈ കഥ നടക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിലെ ഭയങ്കര ഒരു മണി മേക്കിംഗ് ലോണ്ടറിങ് എന്ന് പറഞ്ഞുള്ള കോടികൾ നടത്തുന്ന ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനം. അവിടെ നടക്കുന്ന അഴിമതികളും അവിടുത്തെ ഡാറ്റകളും കൊണ്ടുവന്ന് വേറെ ആൾ കട്ടെടുക്കുക, അത് മേടിക്കാൻ വേറെ ആൾക്കാർ, അത് കഴിഞ്ഞ് വേറെ ആൾക്കാർ, അത് കഴിഞ്ഞ് ഇയാളെ അറസ്റ്റ് ചെയ്യിക്കാനായിട്ട് വേറെ ആൾക്കാർ. എൻ്റെ പൊന്നെ, ഗുണ്ടകളുടെ ഒരു ബഹളം, വെടിവെപ്പിൻ്റെ ഒരു പൊടിപൂരം നടത്തി എല്ലാവരെയും തോക്കാം. ഇനി ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ തോക്കും കൊണ്ട് എപ്പോഴും ഇറങ്ങണമെന്ന് എനിക്ക് അറിയണമെന്നിട്ട് വേഗം നമ്മൾ സിനിമ കഴിഞ്ഞോട്ടെ പൊക്കോട്ടെ ചെയ്യും. പണ്ടാരം തേങ്ങേരം മൂട്ട് കഴിയുന്നില്ല. 1 മണിക്കൂർ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഒരു 1.5 മണിക്കൂർ മതി. അത് മതി, അതിനുള്ള ആളുള്ളോ. ഈ വെടിയപ്പ് കൂട്ടിയിട്ട് അത് 2.5 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് വെന്തു അത്രയധികം. പിന്നെ AC ഉള്ള കാരണം നല്ലൊരു തിയേറ്ററുകളൊക്കെയാണല്ലോ ഇപ്പോൾ. ഓലഷെഡിലൊന്നും ഇരുന്ന് സിനിമ കാണണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് സുഖമായിട്ടിരുന്ന് ഇത് കണ്ടിട്ട് ദഹിക്കണമൊന്നുമില്ല കേട്ടാ. നമ്മുടെ സിനിമ കണ്ട കാശ് പോയി, ഇൻ്റർവെല്ലിൽ ചായ കുടിച്ച കാശ് പോയി, അങ്ങോട്ട് ട്രാവൽ ചെയ്ത കാശ് പോയി. പിന്നെ എങ്ങനെയാണ് വിശ്വസിച്ച് ഇങ്ങനെയുള്ള ഡയറക്ടർമാരെ സിനിമ നമ്മൾ പോയി കാണുന്നത്? ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ഒരു സിനിമയും കൊണ്ട് വന്ന് വെച്ചിരിക്കുക. പണിയിലിരിക്കാൻ വല്ല ചോറിയും കുത്തി വീട്ടിലിരിക്കും മിസ്റ്റർ ജിത്തു. ഇമ്മാതിരി പടങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളെ അടുത്ത് കാണിക്കരുത്.
ജനങ്ങളൊന്നും മണ്ടന്മാരല്ല. നിങ്ങൾ ഏതോ ആഫ്രിക്കൻ പടയോ ലണ്ടൻ പടയോ ഓരോ കൊറിയൻ പടങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഓരോ കഥകൾ തല്ലി കൂട്ടിയിട്ട് അത് ഇവിടുത്തെ ജനങ്ങളെ തലയിലാണ്ട് വെച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പടങ്ങളും ഹിറ്റാക്കാൻ നിങ്ങൾക്കൊരു ധാരണയുണ്ട്. ആ ധാരണ കൊണ്ട് മാറ്റിക്കോട്ടെ. ഇതിവിടെ കേരളത്തിൽ കുറച്ച് സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ഇന്നലെ പടം കളിച്ചത് ഭാഗ്യം. ഇനി നാളെ തൊട്ട് എല്ലാ തിയേറ്ററിലും ഈ പടം കളിക്കുന്ന തിയേറ്ററിലൊന്നും ഒരാളുണ്ടാവുന്നു മാറ്റിനെങ്കിൽ ഒരു 10 ആൾ കിട്ടി കഴിഞ്ഞ് പടം കളിക്കാമെന്ന് എനിക്ക് തോന്നണില്ലേ. അത്ര ബോറ്. ഇതിലും പേര് നമ്മുടെ വള കാണാൻ പോകാറുന്നു. വള ഒന്നും കൂടി മെച്ചമുള്ള പടമെന്ന് പറഞ്ഞു കേട്ടു. എന്തായാലും അത് കാണാം. അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു വയറിളകി തൂറിയ പോലെ ഇങ്ങനെ ഒരു വളിപ്പടം കൊണ്ടുവന്ന് നമ്മുടെ നമ്മുടെ മലയാള പ്രേക്ഷകരെ തലയിൽ വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉപകാരം, ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും താങ്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ, ദൃശ്യം 1, 2 ഒക്കെ, അത് 10 സീരീസ് വരെ പൊക്കോട്ടെ. ജോർജിട്ട് ഒരു കാരണവശാലും ഈ ഒരു കേസിൽ പിടിക്കപ്പെടരുത്. ഇപ്പം തന്നെ നമുക്കത് ഇനി നിങ്ങൾ 3 ഇറക്കിയാലും 4 ഇറക്കിയാലും നമുക്ക് കാണാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇതൊക്കെ എന്താ ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനത്തെ സിനിമകൾ പിടിക്കുന്നത് ഭേദം അങ്ങനെ ഈ ദൃശ്യം 2, 3ലേക്ക് വേണ്ടിയിട്ട് 3ഉം 4ലേക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നല്ല നല്ല സംഭവങ്ങൾ, നല്ല നല്ല ട്വിസ്റ്റുകൾ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താം എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ കഥയുണ്ടാക്കുക. ഇങ്ങനെ ഒരു വളിപ്പടം കൊണ്ടുവരല്ലേ, ദൈവത്തെ ഓർത്ത്. ഞങ്ങളുടെ കാല് വേണമെങ്കിൽ ഞങ്ങൾ കഴുകി വേണമെങ്കിൽ വെള്ളം കുടിച്ചോളാം. ഇങ്ങനെയുള്ള പടങ്ങളും കൊണ്ട് വരല്ലേ തിയേറ്ററിലേക്ക്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.